മുൻ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളിയെ നെയ്യാറ്റിൻകര കോടതി കുറ്റവിമുക്തനാക്കി എന്ന സന്തോഷ വാർത്തയാണ് ഈ നല്ല ദിവസം നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. കുന്നപ്പള്ളിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 2 ടേമിൽ പെരുമ്പാവൂരിൽ നിന്ന് ജയിച്ച് എം.എൽ.എ. ആയ ആളാണ്. ആൾ യോഗ്യനാണ്, സുന്ദരനാണ്, ചെറുപ്പക്കാരനാണ്, ഒരു കവിയും മറ്റു തരത്തിൽ സാഹിത്യകാരനുമാണ്, നല്ല പ്രഭാഷകനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പച്ച പിടിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾക്ക് അസൂയ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ചില അസൂയ കുട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ തന്നെ, ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കും, ഒരു പരാതിക്കാരിയെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പരാതി കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് പുള്ളി കുറച്ച് ദിവസം ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് വിചാരണ കോടതി തന്നെ ജാമ്യം അനുവദിച്ചു, മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് തള്ളിക്കൊണ്ട് സാമാന്യം വിശദമായൊരു ഉത്തരവ് തന്നെ ഇട്ടു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നിയമദൃഷ്ട്യാ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജാമ്യം കിട്ടി നെഞ്ചു വിരിച്ച് നടക്കുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സകലവിധ സ്പീഡ് വർക്കും ചെയ്തു. എറണാകുളം ജില്ലയിൽ നിന്നല്ല, കേരള സംസ്ഥാനത്ത് തന്നെ എല്ലാ സിറ്റിംഗ് എം.എൽ.എമാർക്ക് സീറ്റ് കൊടുത്തു. എൽദോസ് വിചാരിച്ച പുള്ളിക്ക് സീറ്റ് കിട്ടും എന്നാണ്. പക്ഷേ ആ സമയത്ത് ചില തൽപര കക്ഷികൾ അതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി. കുറ്റാരോപണ വിധേയനായ എൽദോസിനെ മത്സരിപ്പിക്കുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ സനാതന മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, നെഹ്റുവിയൻ സങ്കല്പത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സീറ്റ് ചുണ്ടിനും കപ്പിനും ഇടയിൽ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ കണ്ണീര് കൈയുമായിട്ട് എൽദോസ് വിടവാങ്ങി. ആ സീറ്റിൽ മനോജ് മൂത്തടൻ എന്ന് പറഞ്ഞ മറ്റൊരു ചെറുപ്പക്കാരൻ മത്സരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ മനോജ് മൂത്തടൻ തോറ്റുപോകും എന്ന്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ തരംഗമായിരുന്നു. എറണാകുളം ജില്ലയിലെ ബാക്കി 13 സീറ്റും ജയിച്ച കൂട്ടത്തിൽ പെരുമ്പാവൂർ സീറ്റും ജയിച്ചു. അങ്ങനെ മനോജ് മൂത്തേടൻ പെരുമ്പാവൂർ ചിരപ്രതിഷ്ഠ നേടി. ഇനി മനോജിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റൂ? ഇതാ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി സത്യസന്ധനാണ്, നീതിമാനാണ്, പീഡനം ഉണ്ടായിട്ടേ ഇല്ല എന്ന് കോടതി കണ്ടെത്തി. അതിൽ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ പരാതിക്കാരി തന്നെ പശ്ചാത്താപ വിവശയായിട്ട് ആ സാക്ഷിക്കൂട്ടി കയറി നിന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, എൽദോസ് ജി എന്നെ പീഡിപ്പിച്ചിട്ടില്ല, പീഡിപ്പിച്ചു എന്നുള്ളത് പേക്കിനാവ് മാത്രമായിരുന്നു, ഞാൻ പോലീസുകാരോട് പറഞ്ഞത് ശരിയല്ല, പോലീസിന് ഞാൻ മൊഴി തന്നെ കൊടുത്തിട്ടില്ല, എനിക്ക് എൽദോസിനെ അറിയാൻ തന്നെ പാടില്ല എന്ന രീതിയിൽ മൊഴി കൊടുത്തു. പിന്നെ കോടതിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ? കോടതിക്ക് എൽദോസ് കുന്നപ്പള്ളിയെ ശിക്ഷിക്കണം, ജയിലിലേക്ക് അയക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ കുന്നപ്പള്ളിയെ വെറുതെ വിട്ടു. കൂടെ ഉണ്ടായിരുന്ന വേറെ 2 പ്രതികളുണ്ട്, അവരും വെറുതെ വിട്ടു. വെറുതെ വിട്ടു ഉത്തരവ് വന്നപ്പോഴത്തേക്കും പക്ഷേ എന്ത് പറ്റി? സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു, എം.എൽ.എമാർ സത്യപ്രതിജ്ഞ ചെയ്തു. എൽദോസ് കുന്നപ്പള്ളി ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് മൂവാറ്റുപുഴയിൽ നിൽക്കുകയാണ്. അങ്ങനെ മൂവാറ്റുപുഴ ആറിൻ്റെ 3 കൈവഴികളും ഇപ്പോൾ എൽദോസിൻ്റെ കണ്ണീര് കൊണ്ട് കുതിർന്നിരിക്കുകയാണ്. കാര്യം ജയിലിൽ പോകേണ്ടി വന്നില്ല എന്നുള്ള ചെറിയ സമാധാനം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വീണ്ടും എം.എൽ.എ. ആകാനും ഇത്തവണ ഒരുപക്ഷെ മന്ത്രിയാകാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പരാതികൾ, പീഡന ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികളായി പോകുന്ന ആളുകളുടെ കാര്യം വലിയ കഷ്ടവും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇതുപോലെ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കുറേ കൂടി ശക്തമായിട്ടുള്ളതാണ്. അദ്ദേഹം മുൻകൂർ ജാമ്യസ്ഥനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഈ പൊതുരംഗത്ത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ ഹൃദയ പത്മത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹവും നെഹ്റുവിൻ ചിന്താഗതിക്കാരനാണ്. നെഹ്റു തന്നെ ഈ കാര്യത്തിൽ കുറച്ച് വീക്കായിരുന്നു എന്നാണ് ശത്രുക്കൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നെഹ്റുവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് കുന്നപ്പള്ളി സത്യം തെളിയിച്ച്, നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്നത്. ഇനിയിപ്പോൾ ഈ കുന്നപ്പള്ളിയേക്കാളും നെഹ്റുവിനായിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ പുള്ളി നിലവിലുള്ള എല്ലാ കേസുകളിലും ജാമ്യത്തിലാണ്, ജയിലിലല്ല. മാത്രമല്ല കോൺഗ്രസ് ഭരണമാണ് ഉള്ളത്. മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വലിയൊരു സൈന്യം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ജനറൽമാരുണ്ട്, കേണൽമാരുണ്ട്, ബ്രിഗേഡിയർമാരുണ്ട്, കാലാൾപ്പടയുണ്ട്, സൈബർ സൈന്യം വേറെയുണ്ട്. ഷാഫി മാഫിയ എന്നറിയപ്പെടുന്ന കോൺഗ്രസിലെ ഒരു പ്രബല ഗ്രൂപ്പ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചുകൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാനങ്ങൾ തിരിച്ചു കൊടുപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹവും ആശസ്സും പ്രാർത്ഥനയും പ്രയത്നവും രാഹുലിന് അനുകൂലമായിട്ടുമുണ്ട്. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണ്ണുറന്നിട്ടില്ല. പരാതിക്കാർക്കും ആർക്കും മാനസാന്തരം ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും തന്നെ ഇവനെ കൂട്ടിക്കയറ്റണം, ഇവനെ കൊന്ന് ചോര കുടിക്കണം, അവൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഇവരെ അഴിച്ചിട്ട മുടി കെട്ടണം,
എന്ന് വാശിയിൽ നിൽക്കുക. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ദുശാസനൻ്റെ റോളിലാണ് മാങ്കൂട്ടം നിൽക്കുന്നത്. പക്ഷേ കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്ന് പറഞ്ഞ പോലെ കാലാന്തരത്തിൽ ഈ പരാതിക്കാരികൾ ആരുടെയൊക്കെ മനസ്സ് മാറും, ആരൊക്കെ ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കും. ഇനി ഇദ്ദേഹം ആരുടെയൊക്കെ അടുത്ത് പോയിട്ട് മാനസേശ്വരി മാപ്പ് തരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പ് തരൂ എന്ന് പാട്ട് പാടുന്നത് എനിക്കറിയില്ല. പുള്ളി ഇപ്പം തന്നെ പാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പാടിപ്പാടിയ ഒരു ശബ്ദം ഉറക്കണമല്ലോ, സ്വരം ഉറക്കണം, എന്നാലും രക്ഷയും. അപ്പോൾ ആ ഗാനം ആലപിച്ച് പുള്ളി ഇവരിൽ എത്ര പേരെ മാനസാന്തരപ്പെടുത്തും, എത്ര പേർക്ക് മാനസാന്തരം ഉണ്ടാവും, എത്ര പേർ സാക്ഷി കൂട്ടി കയറി എന്ന് ഈ ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ദുഷ്പ്രേരണയ്ക്ക് വിധേയമായിട്ട് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അങ്ങനെ പറയാനുള്ള സാധ്യത തള്ളിക്കളച്ചുകൂടാ. ഏതായാലും കുന്നപ്പള്ളി താൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇനി എറണാകുളം DCC പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ആകണം എന്നായിരിക്കും കുന്നപ്പള്ളിയുടെ ഡിമാൻഡ് എന്ന് ഞാൻ വിചാരിക്കും. എറണാകുളം DCCക്ക് യോഗ്യന്മാരായ ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ട്. TH മുസ്തഫ ഉണ്ടായിരുന്നു, പിന്നെ BJ പൗലോസ് ഉണ്ടായിരുന്നു, KP ധനപാലൻ ഉണ്ടായിരുന്നു, ഒടുവിൽ മുഹമ്മദ് ഷിയാസ് വരെ ഉണ്ടായിട്ട്. ഇനിയിപ്പോൾ എൽദോസ് കുന്നപ്പള്ളി DCC പ്രസിഡൻ്റായി എന്നുകൊണ്ട് ആ സംഘടനയ്ക്കോ ജില്ലാ കമ്മിറ്റിക്കോ എന്തെങ്കിലും പതിത്വം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, പത്രക്കാരുടെ ഭാഷ പറഞ്ഞാൽ പുള്ളി അഗ്നിശുദ്ധി തെളിയിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി കരുണാകര മന്ദിരത്തിൽ കുന്നപ്പള്ളി ആയിരിക്കും DCC പ്രസിഡന്റ്, അതോ ഇദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും പുരസ്കരിച്ച് ആ പുള്ളിയെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റോ ഇനി സാക്ഷാൽ പ്രസിഡൻറ്റോ തന്നെ ആക്കിക്കളയോ എന്നും പറയാൻ ഞാൻ ആളല്ല. ഏതായാലും സത്യം തെളിയിച്ച് നീതി നടപ്പാക്കി തിരിച്ചു വരുന്ന കുന്നപ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ഇദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജയ് ഹിന്ദ്.